മന്തി റൈസ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് ബസ്മതി റൈസാണ്. ഈ രീതിയിൽ തയ്യാറാക്കി കഴിഞ്ഞാൽ 4 പേർക്ക് നന്നായി കഴിക്കാനുള്ള റൈസ് കിട്ടും. ആ റൈസ് ഒരു 3-4 വട്ടം വൃത്തിയായി കഴുകിയെടുത്തതിന് ശേഷം നിറയെ വെള്ളം ഒഴിച്ച് 1 മണിക്കൂർ കുതിർക്കാൻ വെക്കുക. ആ അരി കുതിർന്ന് വരുമ്പോഴേക്കും നമുക്ക് ചിക്കനിലേക്കൊരു മസാല റെഡിയാക്കിയെടുക്കാം. അതിനായി ഒരു 7-8 വെളുത്തുള്ളി അല്ലി, 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി, 2 ടീസ്പൂൺ കുരുമുളക്, 2 ടീസ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഉപ്പ്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഇതുകൂടി ഒഴിച്ച് മിക്സിയുടെ ജാറിൽ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ച് റെഡിയാക്കി വയ്ക്കുക. മന്തി റെഡിയാക്കാനുള്ള ചിക്കൻ വലിയ പീസസാക്കി മുറിച്ച് വാങ്ങിക്കുക. ഇവിടെ ഞാൻ 3/4 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു ഫോർക്ക് കൊണ്ട് നല്ലവണ്ണം കുത്തി വയ്ക്കുക. കാരണം മസാല അതിലേക്ക് നന്നായി ഇറങ്ങുന്നതിന് വേണ്ടിയാണ്. അതിലേക്ക് ഈ മസാല നന്നായി ഒഴിച്ചതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഒരു 3/4 മണിക്കൂറോളം ആ മസാല അതിലേക്ക് നന്നായി ഒന്ന് പിടിക്കുന്നതിന് വേണ്ടി നന്നായി ഇളക്കി അത് നന്നായി ഒന്ന് യോജിപ്പിച്ച് വയ്ക്കുക. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അരി വേവിച്ചെടുക്കുന്നതിനായി ഒരു പാത്രത്തിലേക്ക് 2 ലിറ്റർ വെള്ളം ഒഴിച്ച് ഒരു 8 ഏലക്ക, 1 ഇഞ്ച് നീളമുള്ള 3 പട്ടക്കഷ്ണങ്ങൾ, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇത്രയും ഇട്ടതിന് ശേഷം ആ വെള്ളം ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കുക. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം നേരത്തെ നമ്മൾ കഴുകി കുതിർത്ത് വെച്ചിരുന്ന 2 കപ്പ് ബസ്മതി റൈസ് ഈ വെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി അടച്ചു വയ്ക്കുക. നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം കുറഞ്ഞ തീയിൽ 8 മിനിറ്റ് ആ അരി ഒന്ന് വേവിച്ചെടുക്കുക. ഒരുപാട് വേവണമെന്നില്ല. ഒരു 80% അരി വെന്ത് കിട്ടിയാൽ തന്നെ മതി. ബാക്കി നമുക്ക് ദമ്മിടുമ്പോൾ ബാക്കി മുഴുവനായിട്ടും വെന്ത് കിട്ടും. അരി വാർത്ത് വയ്ക്കുക. അതിനുശേഷം നമുക്ക് ചിക്കൻ്റെ കാര്യങ്ങൾ നോക്കാം. ഒരു കുക്കർ അടുപ്പിൽ വെച്ച് അതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ചിക്കൻ പീസസ് മേലെ വയ്ക്കാതെ ഓരോന്നായി പരത്തി വയ്ക്കുക. അതിലേക്ക് ഒരു സവാള പൊടിയായി അരിഞ്ഞത്, ഒരു ക്യാപ്സിക്കം അതും പൊടിയായി അരിഞ്ഞത്, അത് വേവുമ്പോൾ ഇതിനോട് ചേർന്ന് പൊക്കോളും. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില, 2 ടേബിൾ സ്പൂൺ പുതിനയില അതുകൂടി ചേർത്തതിന് ശേഷം എല്ലാം ഇട്ടതിന് ശേഷം അത് മുഴുവനായിട്ട് ഇളക്കി കൊടുക്കേണ്ട കാര്യമില്ല. ഒന്ന് നന്നായി പരത്തി വെച്ചാൽ തന്നെ മതി. കുക്കർ അടച്ചു വയ്ക്കുക. തീ കുറച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്തതിന് ശേഷം ഒന്ന് കുക്കർ തുറന്ന് നോക്കി മെല്ലെ ഓരോരോ പീസസായിട്ട് ഈ ക്യാപ്സിക്കെല്ലാം അടിയിലേക്ക് പോകുന്ന പോലെ ഓരോരോ പീസസായിട്ട് ഒന്ന് മറിച്ചിടുക. ഒരു 5 മിനിറ്റ് കൂടി അതേ രീതിയിൽ കുറഞ്ഞ തീയിൽ ഒന്ന് വേവിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അത് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. ഈ കുക്കറിലേക്ക് തന്നെ ആ അരി ഇടുമ്പോൾ വേവ് ഒരുപാടായി പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാനിവിടെ ആ പീസസ് എല്ലാം കൂടെ ഒരു പാനിലേക്ക് മാറ്റി അതിൽ വെച്ചാണ് ഞാൻ ഈ ചോറ് റെഡിയാക്കി എടുക്കുന്നത്. നന്നായി വെന്ത് വന്നതിന് ശേഷം അതിൽ നിന്നും ഓരോരോ പീസസായി ഒരു പ്ലേറ്റിലേക്ക് കോരിയെടുത്ത് വെക്കുക. ഇനി വളരെ ഈസിയായി ചെയ്യാം. ആ പീസസ് എല്ലാം മാറ്റിയതിന് ശേഷം ആ മസാലയിലേക്ക് ഒരു പകുതിയോളം റൈസ് അതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം അതിന് മീതെ ബാക്കി വന്ന റൈസ് കൂടി അതിലേക്ക് ഇട്ടതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട്, കളർ വെള്ളമാണോ ചേർക്കേണ്ടത്, ഞാനത് ചേർക്കുന്നില്ല. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കലക്കി കുറച്ച് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം അതിന് മുകളിലേക്ക് ഒഴിച്ച് ഒരു 7-8 പച്ചമുളക് അതിലേക്ക് കുത്തിവെച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ചോറ് കൂടി അതിന് മുകളിലേക്ക് നിരത്തി വെച്ച് ഒന്ന് അടച്ച് വയ്ക്കുക. ശരിക്കിത് ചെയ്യേണ്ട രീതി ചിക്കൻ സ്റ്റോക്ക് ചോറ് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് തന്നെ ചിക്കൻ സ്റ്റോക്ക് ഇട്ടിട്ട് ആ ചോറ് അതിൽ തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അതില്ലാത്തതുകൊണ്ട് ഞാൻ ഈ രീതിക്ക് ചെയ്തു എന്നേ ഉള്ളൂ. ചിക്കൻ വെന്ത് ആ ഗ്രേവിയിലേക്ക് ചിക്കൻ പീസസ് എല്ലാം മാറ്റിയതിന് ശേഷം ഞാൻ കുറച്ച് റൈസ് അതിലേക്ക് ഇട്ട് ആദ്യം ഒന്ന് ഇളക്കിയെടുത്തു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഈ റൈസിനെ ഒന്ന് ദം ചെയ്തെടുക്കാം. അതിനായി ഓതൻറ്റിക് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനിത് ആദ്യം ഒരു ഇരുമ്പിൻ്റെ ഒരു ദോശക്കല്ല് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായി വന്നതിന് ശേഷം ഈ റൈസ് വെച്ചിരിക്കുന്ന ഈ തവ അതിൻ്റെ മേലെ കയറ്റി വെച്ച് ഒരു 10 മിനിറ്റ് സ്റ്റൗ ഒന്ന് സിമ്മിലാക്കി വെച്ച് അടച്ചു വെക്കുക.
10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു 15 മിനിറ്റ് സമയം അതുപോലെ വെച്ചിരിക്കുക. അത് കഴിഞ്ഞിട്ട് അത് മെല്ലെ തുറന്ന് നോക്കി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഓരോരോ ചിക്കൻ പീസസ് ആയിട്ട് അതിലേക്ക് മെല്ലെ വെച്ച് എല്ലാം കൂടി സെറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ചിക്കൻ മന്തി റെഡി. 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഒരുപാട് കുത്തി ഇളക്കിക്കൊണ്ടിരിക്കരുത്. ഒരു മരത്തവി വെച്ചിട്ട് വേണം ഇളക്കാനായിട്ട്, അല്ലെങ്കിൽ ചോറ് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ചൂട് കുറച്ചൊന്ന് ആറിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് റൈസ് എടുത്ത് വെച്ച് അതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന 1-2 ചിക്കൻ പീസസും വെച്ച് ക്യാരറ്റ്, തക്കാളി, സവോള, ക്യാപ്സിക്കം എല്ലാം ഓരോ പീസ് അതിൻ്റെ മുകളിലൊന്ന് ഗാർണിഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മന്തി റെഡി. വീട്ടിലുണ്ടാക്കിയ മയോണൈസും അറബിക് സാലഡ് അഥവാ തക്കാളി ചട്നിയും ചേർത്ത് കഴിക്കാം.